മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് സത്രങ്ങളുടെ മുമ്പിൽ യൗസേപ്പ് പിതാവ് കരങ്ങൾ നീട്ടി കതകുകളിൽ മുട്ടി. പക്ഷേ ആരും തുറന്നില്ല. കാരണം എല്ലാവർക്കും അവരുടേതായുള്ള ആവശ്യങ്ങൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഒരു പഴയ കഥ ഓർക്കുകയാണ്. ഒരു കല്ലുവെട്ടുകാരൻ്റെ കഥ. കല്ലുവെട്ടുകാരൻ ഒരിക്കൽ മലയുടെ ചുവട്ടിൽ നിന്ന് കല്ലുകൾ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശക്തമായ ചൂട് അനുഭവിച്ച് അവൻ സൂര്യനിലേക്ക് നോക്കി. അവനൊരു കാര്യം മനസ്സിലായി, ഈ സൂര്യന് ഭയങ്കര ശക്തിയാണ്. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ഈ സൂര്യനാക്കി തരണമേ, കാരണം സൂര്യനാണ് ഈ ലോകത്തെ ഏറ്റവും ശക്തി. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് അവനെ സൂര്യനാക്കി മാറ്റി. അങ്ങനെ സൂര്യനായിട്ട് മുകളിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മേഘം വന്ന് അവനെ മൂടിക്കളഞ്ഞു. മേഘം വന്ന് മൂടി തൻ്റെ പ്രകാശം തടസ്സപ്പെടുത്തിയപ്പോൾ സൂര്യൻ ഒരു കാര്യം മനസ്സിലായി, തന്നേക്കാൾ ശക്തൻ ഈ മേഘമാണ്. അവൻ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ഈ മേഘമാക്കി മാറ്റണമേ. അങ്ങനെ മേഘമായിട്ട് മുന്നോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, സ്വന്തമായിട്ട് ചലിക്കാനാവുന്നില്ല. കാറ്റ് ചലിക്കുന്നിടത്തേക്കാണ് താൻ ചലിക്കുന്നത്. അവൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ കാറ്റാണ് ഏറ്റവും ശക്തൻ, അതുകൊണ്ട് എന്നെ ഈ കാറ്റാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കാറ്റ് ശക്തമായിട്ട് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ യാത്ര അവസാനിച്ചു. നോക്കിയപ്പോൾ ഒരു വലിയ മലയാണ്. അപ്പോൾ കാറ്റിനൊരു കാര്യം മനസ്സിലായി, ഈ മലയാണ് തന്നേക്കാൾ ഏറ്റവും ശക്തൻ. അവൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ ഈ മലയാക്കി മാറ്റണമേ. അങ്ങനെ മലയായിട്ട് എല്ലാവരുടെയും ഉയരത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കല്ലുവെട്ടുകാരൻ അവിടെ വരികയും അതിൽ നിന്നും കല്ലുകൾ കൊത്തിയെടുത്ത് പ്രതിമകൾ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അപ്പോഴേക്കും വീണ്ടും മല പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ഈ കല്ലുവെട്ടുകാരനാക്കണമേ. അങ്ങനെ വീണ്ടും അവനെ കല്ലുവെട്ടുകാരനാക്കിയിട്ട് ദൈവം അവനോട് ചോദിച്ചു, നീ ആദ്യം കല്ലുവെട്ടുകാരനായിരുന്നു, നീ വീണ്ടും ഇപ്പോൾ കല്ലുവെട്ടുകാരനാകാൻ എന്നോട് പ്രാർത്ഥിച്ചു. പിന്നെ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആകുലപ്പെട്ടത്? എന്തായിരുന്നു നിന്റെ ആവശ്യങ്ങൾ? പലപ്പോഴും മനുഷ്യൻ ഇങ്ങനെയാണ്. അവൻ ആവശ്യങ്ങളുണ്ട്, പക്ഷെ ആവശ്യങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പൂർത്തീകരിക്കാത്ത ആവശ്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. പൂർത്തീകരിക്കാത്ത ആവശ്യങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരു മനുഷ്യൻ സ്വാർത്ഥനായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സ്വാർത്ഥനാകുന്ന ഒരു മനുഷ്യൻ ചുറ്റുമുള്ള ഒരു വ്യക്തികളിലേക്കും കണ്ണുകൾ നൽകില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കില്ല. മനുഷ്യൻ അസംതൃപ്തനാകും. പൂർത്തീകരിക്കാത്ത ആവശ്യങ്ങൾ മനുഷ്യനെ അസംതൃപ്തനാക്കും. അങ്ങനെയാണ് അത് തിന്മയുടെ വാതിലായി മാറുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാച് ആദത്തെയും ഹവ്വായെയും പരാജയപ്പെടുത്തിയത് അങ്ങനെ തന്നെയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് നടുവിൽ അവരെ അസംതൃപ്തരാക്കി മാറ്റി. അങ്ങനെ അവരുടെ അസംതൃപ്തിയുടെ വാതിലിലൂടെ പിശാച് ഉള്ളിലേക്ക് പ്രവേശിച്ചു. മനുഷ്യൻ്റെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ കൂടുതലായി നൽകിക്കൊണ്ട് പിശാച് നമ്മളെയും അസംതൃപ്തരാക്കും. അങ്ങനെ നമ്മൾ സ്വാർത്ഥരായി മാറും. നമ്മൾ പുൽക്കൂടിന് ചേരാത്തവരായിട്ട് മാറും, സ്വർഗത്തിന് ചേരാത്തവരായിട്ട് മാറുകയും ചെയ്യും. അതിനാൽ ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കാം.